പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ടെക് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അഥവാ AMVI പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്ക് വേഗത്തിൽ കൈപ്പിടിയിൽ വെക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾ പ്രിപ്പറേഷനിലും അതുപോലെ തന്നെ പ്രിപ്പറേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലി കിട്ടാനും ബുദ്ധിമുട്ട് വരും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തലവര മാറ്റാം, നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. അപ്പൊ നമുക്ക് പോയിന്റ്സുകൾ ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഞാൻ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ്. എലിജിബിലിറ്റിയുടെയും ക്വാളിഫിക്കേഷന്റെയും കാര്യം ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും അതിനകത്ത് കുറെ ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം കുറെ ആൾക്കാർക്ക് നമ്മുടെ കോച്ചിങ് വന്നവർക്കും അല്ലാതെ കുറെ ആൾക്കാർ വിളിച്ചവർക്ക് സംഭവിച്ച കുറെ മിസ്റ്റേക്സുകളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആദ്യത്തെ പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ആം ഐ എലിജിബിൾ എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അത് പറയുമ്പോൾ ഞാൻ ഇതിന്റെ ക്വാളിഫിക്കേഷന്റെ കാര്യം പെട്ടെന്ന് ഓടിച്ചൊന്ന് പറയാം. കാര്യം ഏറ്റവും ആദ്യം ഈ എലിജിബിൾ ആണോ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നോക്കിയിരിക്കേണ്ടത് 21 തൊട്ട് 36 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ്. ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കുക. അപ്പൊ ഈ 21 എന്ന് പറയുന്ന ഏജ് നിങ്ങൾ ഒന്ന് വ്യക്തമായിട്ട് നോക്കണം. കാര്യം ഇപ്പൊ 10th കഴിഞ്ഞ് ഡിപ്ലോമയ്ക്ക് പോയ കുട്ടികൾക്ക് 18 വയസ്സേ ഉള്ളൂ. അപ്പൊ ഇനി വിളിക്കുന്ന AMVI അവർക്ക് അതായത് ഇനി ഒരു 1-1.5 വർഷത്തിനുള്ളിൽ എന്തായാലും നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങൾ അതിന് കോച്ചിങ് വരികയും തയ്യാറെടുക്കുകയും ചെയ്തിട്ട് പിന്നെ നോട്ടിഫിക്കേഷൻ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. നമ്മളോടൊപ്പം കോച്ചിങ്ങിന് വന്ന ഒരു കുട്ടി, ഞാൻ ചോദിച്ചു ഏജിന്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ 21 വയസ്സായി എന്ന് പറഞ്ഞു. ഡിസംബറിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് എന്നാ? ജനുവരി വെച്ചിട്ടാ. അപ്പൊ അദ്ദേഹത്തിന് ഏജ് ആയത് ഓഗസ്റ്റിലാണ്. ഇതൊന്നും നമ്മളോട് പറയുന്നില്ല. 21 ആയി, എനിക്ക് ക്ലാസ് വേണമെന്നും പറഞ്ഞ് ജോയിൻ ചെയ്തതാണ്. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വിഷമമായി. ഇത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളായിരുന്നു. ആദ്യത്തെ 50 റാങ്കിനകത്ത് നമ്മൾ പ്രതീക്ഷിച്ച ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്ലൈ ചെയ്യാൻ പോയപ്പോഴാണ് അദ്ദേഹം ഈ ക്വാളിഫിക്കേഷൻ ഏജ് കറക്റ്റ് ഇല്ല, ഏജ് ഈ ജനുവരി വെച്ചിട്ട് ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 21 വയസ്സ് തികഞ്ഞിരിക്കണം. 21 വയസ്സ് കണക്കാക്കുന്ന എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്ന ആ വർഷത്തിലെ ജനുവരി മാസം കണക്കാക്കിയാണ്. അതേപോലെ തന്നെ 36 വയസ്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചിലർ ഈ വർഷം നോട്ടിഫിക്കേഷൻ വരുമെന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ വർഷം 36 വയസ്സായവർക്ക് ഈ വർഷമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. 36 കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഏജിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ചില ആൾക്കാർ 2 വർഷത്തെ ഡിപ്ലോമ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാതിരിക്കും. അതാണ് ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്തതാണ്. എന്നാലും പറയുന്നത്, ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ലാറ്ററൽ എൻട്രി വഴി ഡിപ്ലോമയ്ക്ക് കയറുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടാവും അല്ലെ. +2 സയൻസ് ഒക്കെ പഠിച്ചിട്ട് അല്ലെങ്കിൽ VHSC അല്ലെങ്കിൽ ITA പഠിച്ചിട്ട് ലാറ്ററൽ എൻട്രി വഴി കയറുന്ന ഡിപ്ലോമയ്ക്ക് കയറുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കും. അവർ എലിജിബിൾ ആണ്. ഈ 3 വർഷത്തെ ഡിപ്ലോമ കണ്ടിട്ട് അവർ അപ്ലൈ ചെയ്യാതിരിക്കരുത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ലൈസൻസിന്റെ കാര്യം അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? മോട്ടോർ സൈക്കിളിന്റെ ലൈസൻസ് വേണം. അതോടൊപ്പം തന്നെ ഹെവി ഗുഡ്സ് വെഹിക്കിള്, ഹെവി പാസഞ്ചർ വെഹിക്കിള്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദെൻ ചില ആൾക്കാർ ഹൈറ്റിന്റെ സ്റ്റാൻഡേർഡ് പോലും നോക്കാതെ പഠിച്ചു തുടങ്ങുന്ന ആൾക്കാരുണ്ട്. പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ നേരത്താണ് അവർക്ക് പണി കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിൽ കാൻഡിഡേറ്റിന് 165 സെന്റിമീറ്റർ ആണ്. ദെൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എത്രയാണ്? 152 സെന്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ ചെസ്റ്റ് സ്റ്റാൻഡേർഡ് ഒന്നും നിങ്ങൾ മനസ്സിലാക്കുക. 81 സെന്റിമീറ്റർ മെയിൽ കാൻഡിഡേറ്റ് വേണം, വിത്ത് എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ. ഇത് ഞാൻ പറയുന്ന 81 സെന്റിമീറ്റർ എല്ലാവർക്കും കാണും. എക്സ്പാൻഷൻ എല്ലാവരും വിചാരിക്കും ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് 5 സെന്റിമീറ്റർ വരുന്നത്. അത് നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ മെഷർമെന്റിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോകണം. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫീമെയിൽ കാൻഡിഡേറ്റിന് 152 സെന്റിമീറ്റർ ആണ്. ദെൻ SC/ST കാൻഡിഡേറ്റിന് ഹൈറ്റിന്റെ കാര്യത്തിൽ ചെറിയ റിലാക്സേഷൻ ഉണ്ട്. എന്തായിരുന്നു? SC/ST കാൻഡിഡേറ്റിന് മെയിൽ ആണെങ്കിൽ 160 സെന്റിമീറ്റർ മതി, ഫീമെയിൽ ആണെങ്കിൽ 150 മതി. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഹൈറ്റിന്റെ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കാതെ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങരുത്.
അപ്പൊ ഞാൻ കോച്ചിങ്ങിന് വിളിക്കുന്ന കുട്ടികളോട് പലരോടും ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് ഹൈറ്റ് ഉണ്ടോ? ഇനി ഐ സ്റ്റാൻഡേർഡ് ആണ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. പലരും കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളവരായിരിക്കത്തില്ല. എനിക്ക് പ്രോപ്പറായിട്ട് നോക്കുമ്പോൾ കാഴ്ചയുണ്ട്, അതുകൊണ്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ് എന്ന് പറയുന്നവരുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. നിയർ വിഷനും ഡിസ്റ്റൻസ് വിഷനും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഡിസ്റ്റൻസ് വിഷൻ 6/6 സ്നെല്ലനാണ്, ബോത്ത് ഐസിനും ഉണ്ടായിരിക്കണം. ദെൻ നിയർ വിഷൻ 0.5 സ്നെല്ലനാണ്, അത് ബോത്ത് ഐസിനും ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ മനസ്സിലാക്കുക. അത് മാത്രം ഉണ്ടായാൽ പോരാ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നെലിജിബിലിറ്റി ആയിട്ട് പറയുന്ന വേറെ എന്തൊക്കെയാണ്? കളർ ബ്ലൈൻഡ്നെസ്, അതേപോലെ തന്നെ എന്താണ് പിന്നെ പറയുന്നത്? കോങ്കണ്ണ്, അതേപോലെ കണ്ണിനോ കൺപോളകൾക്കോ ഉള്ള മറ്റ് കേടുപാടുകൾ, അതെല്ലാം അയോഗ്യതയായിട്ട് കണക്കാക്കുന്നതാണ്. നിങ്ങൾക്ക് 6/6 അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോരായ്മകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന് പോകുമ്പം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല. നിങ്ങൾ പരീക്ഷ എഴുതി കട്ട് ഓഫ് വന്നാലും നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടത്തില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത്, കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആം ഐ എലിജിബിൾ? ഞാൻ ഇതിന് യോഗ്യനാണോ? അത് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ തന്നിട്ടുണ്ട്. ഇത് വെച്ച് നിങ്ങൾ യോഗ്യനാണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ പ്രിപ്പയർ ചെയ്യാവുള്ളൂ. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ അടുത്ത കാര്യം, നമ്മൾ അപ്ലൈ ചെയ്യാൻ യോഗ്യനാണ്, പക്ഷെ എന്നെ കൊണ്ട് ഇത് പറ്റുമോ? ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്കറിയാം, ഒരു പ്രിപ്പറേഷൻ, ഒരു ഗവൺമെന്റ് എക്സാം, അതും ഏറ്റവും മികച്ച ഒരു പോസ്റ്റ് ഓരോരുത്തരുടെയും സ്വപ്ന ജോലിയാണ്. അപ്പൊ അതിന് തയ്യാറെടുക്കുമ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, എനിക്കിത് തയ്യാറെടുക്കാൻ യോഗ്യത ഉണ്ടോ എന്നുള്ള അറിയാം. യോഗ്യത നിങ്ങളിപ്പോ മനസ്സിലാക്കി. ദെൻ എനിക്കിതിന് തയ്യാറെടുത്താൽ എനിക്ക് ജോലി കിട്ടുമോ, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതിനെ തയ്യാറെടുക്കാനായിട്ടുള്ള കഴിവുണ്ടോ? അപ്പൊ നമ്മൾ എല്ലാവരും പറയുമ്പോൾ എല്ലാവർക്കും എല്ലാത്തിനും കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ പരീക്ഷ എഴുതിയെടുക്കാൻ പറ്റുമോ ഇല്ലയോ, അത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ടേ നമ്മൾ ഈ പണിക്ക് ഇറങ്ങാവുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് യോഗ്യതയുണ്ടോ എന്ന് നോക്കി, ഇനി നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് എങ്ങനെ നമ്മൾ നോക്കും? അതിനാണ് PSC നമുക്ക് മുന്നിൽ തന്നിട്ടുള്ളത് തൊട്ട് മുമ്പുള്ള സിലബസ്. ആ സിലബസ് വ്യക്തമായിട്ട് നോക്കുക. സിലബസ് വ്യക്തമായിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മെക്കാനിക്കൽ ഉണ്ട്, ഓട്ടോമൊബൈൽ ഉണ്ട്, ദെൻ സ്പെഷ്യൽ ടോപ്പിക്സുകളുണ്ട്. ഈ ടോപ്പിക്സുകളൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റുമോ? ഇപ്പൊ ഡിപ്ലോമ കഴിഞ്ഞ ആൾക്കാർക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ്. പക്ഷെ അതിൽ തന്നെ നല്ല ഇയർ ഗ്യാപ്പ് ഉള്ളവരുണ്ടാകും. ചില ആൾക്കാർ, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഈ കോച്ചിങ്ങിൽ വന്ന കുട്ടികളിൽ ചിലരുടെ ഒരു ഇതാണ്, അവർ പറയുന്നത്, അയ്യോ പരീക്ഷയ്ക്ക് കോച്ചിങ്ങിനൊക്കെ ജോയിൻ ചെയ്തിട്ടാ പറഞ്ഞത്, പരീക്ഷ ഇംഗ്ലീഷിലാണോ? എനിക്ക് ഇംഗ്ലീഷ് വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മുടെ പരീക്ഷ ഇംഗ്ലീഷിലാണ്, അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവത്തില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അവരത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പരീക്ഷ ഇംഗ്ലീഷിലാണ്. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷിൽ, അതുപോലെ തന്നെ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ നോട്ട്സും എല്ലാം ഇംഗ്ലീഷിലാണ് അല്ലെ. പരീക്ഷ ഇംഗ്ലീഷിലായതുകൊണ്ട് നമ്മൾ നോട്ട്സ് കൊടുക്കുമ്പോഴും ഇംഗ്ലീഷിലാണ് നോട്ട്സ് കൊടുക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് പറ്റുമോ? പല ആൾക്കാർക്കും കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ പല ആൾക്കാർക്കും ഗുണിക്കാനും ഹരിക്കാനും ഒന്നും അറിയാത്ത, ബേസിക് സ്റ്റെപ്സ് പോലും അറിയാത്തവരും ഉണ്ട്. അതായത് x × 120 = 360, x കാണാൻ അറിയാത്തവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കുക. അത് കഴിയുമ്പോഴാണ് അവർ പറഞ്ഞത്, ഈ പ്രോബ്ലം ചോദിക്കുമായിരുന്നോ പരീക്ഷയ്ക്ക്, അങ്ങനെ ആയിരുന്നു, എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ എന്ന്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സിലബസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾക്ക് അതിലെ എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല, പക്ഷേ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിനകത്ത് ചെറുതായിട്ടൊക്കെ പ്രോബ്ലംസ് ചോദിക്കും. ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ്. ഏകദേശമൊക്കെ ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് എനിക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്കതിന് തയ്യാറെടുക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ അതിനകത്തുള്ള ഒരു സത്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഗവൺമെന്റ് എക്സാംസിന് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അപ്പൊ ഗവൺമെന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരു പ്രൈവറ്റ് ജോലിക്ക് പോകുന്ന പോലെ ഇന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ജോലി കിട്ടുന്നു, അങ്ങനെയല്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ അപ്ലൈ ചെയ്ത് നോട്ടിഫിക്കേഷൻ വരാൻ എന്തായാലും ഇനിയിപ്പോ ഒരു 6 മാസമോ അല്ലെങ്കിൽ ചിലപ്പോൾ 1 വർഷമൊക്കെ വേണ്ടി വരും. നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ നടക്കാൻ 4-5 മാസം പിന്നെ വേണം. അത് കഴിഞ്ഞ് കട്ട് ഓഫ് ഒക്കെ കാണിച്ച്, അതായത് ഷോർട്ട് ലിസ്റ്റ് വരാൻ ഏറ്റവും മിനിമം ഒരു 2 മാസം.
അല്ലെങ്കിൽ ഏറ്റവും മിനിമം ഒരു മാസമെങ്കിലും എടുക്കും. 2 മാസം കൂട്ടിക്കോ, 2 മാസം എടുക്കും. അത് കഴിഞ്ഞ് ഫിസിക്കൽ മെഷർമെന്റ് അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ഇന്റർവ്യൂവിന് വിളിക്കാൻ പിന്നെയും താമസം. ഇന്റർവ്യൂ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. റാങ്ക് ലിസ്റ്റ് വന്ന് ഒരു 2 ആഴ്ച തൊട്ട് ചിലപ്പോൾ 1 മാസമൊക്കെ ആവുമ്പോഴായിരിക്കും അഡ്വൈസസ് തുടങ്ങുന്നത്. അഡ്വൈസ് കിട്ടിയാൽ ചിലപ്പം 2 ആഴ്ച അല്ലെങ്കിൽ ചിലപ്പോൾ 1 മാസത്തിനകത്തൊക്കെ ആയിരിക്കും നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പോൾ അഡ്വൈസ് കിട്ടിയാൽ ഒരാഴ്ചക്കകത്തൊക്കെ നമുക്ക്, അല്ലെ 1-2 ആഴ്ചക്കകത്ത് കയറാൻ പറ്റും. ചിലപ്പോൾ 3 മാസം വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഈ പോസ്റ്റിനൊന്നും അത്രയും വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. ഞാൻ അതിന്റെ എല്ലാ ഗവൺമെന്റ് എക്സാംസും കോമൺ ആയിട്ട് പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഇതിനിറങ്ങാൻ. അല്ലാതെ പെട്ടെന്ന് ഇറങ്ങിയ പരീക്ഷ എഴുതിയ ഉടനെ പിറ്റേ ദിവസം ജോലി കിട്ടും എന്നുള്ള ആ ഒരു ഇതിൽ നിങ്ങൾ വരരുത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ എക്സാമിന് തയ്യാറെടുക്കരുത്. പുതിയ നല്ല നല്ല ജോലിയിൽ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പൊ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് വരുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് കാലതാമസം എടുക്കും. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം പല കുട്ടികൾക്കും പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. വളരെ മികച്ച നല്ല ജോലിയിൽ ഇരിക്കുന്നവരായിരിക്കും. ഒരു ജോലിയുടെ നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ആരെങ്കിലും ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് നേരെ കയറി ഉള്ള ജോലിയും കളഞ്ഞിട്ട് അവര് അങ്ങ് ഡയറക്റ്റ് ക്ലാസ്സിനോ ഒക്കെ അങ്ങ് പോകും. അപ്പോൾ അത് മനസ്സിലാക്കേണ്ട കാര്യം, എന്തായാലും ഞാൻ പറഞ്ഞു, ഈ ഒരു ടൈം ഗ്യാപ്പ്, ഒരു നോട്ടിഫിക്കേഷൻ വന്നു, അതിന്റെ പരീക്ഷ വന്നു, അതിന്റെ റിസൾട്ട് വന്നു, അത് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്നു, ഫിസിക്കൽ മെഷർമെന്റ് കഴിഞ്ഞു റാങ്ക് ലിസ്റ്റ് വന്നു, ഇതിനെല്ലാം താമസം വരും ജോലി കിട്ടുന്നവരെ. അപ്പോൾ അതിനിടയ്ക്ക് വരെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടോ? അതിനിടയ്ക്ക് വരെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ടോ എന്ന് ഉദ്ദേശിക്കുന്നത് മെന്റലി മാത്രമല്ല, നിങ്ങൾക്ക് അതുവരെ സ്വന്തമായിട്ട് ഓടിപ്പോകാനുള്ള, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടത്താനുള്ള അത്യാവശ്യം ഒരു നീക്കിയിരിപ്പ് നിങ്ങളുടെ കയ്യിൽ വേണം. ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇറങ്ങുന്നവരുടെ കാര്യമാണ് പറയുന്നത്. അല്ലാതെ ജസ്റ്റ് പഠിച്ചിറങ്ങിയ കുട്ടികളാണെങ്കിൽ അവർ ചിലപ്പോൾ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യും. വീട്ടുകാരുടെ സപ്പോർട്ടൊന്നും ഇല്ലാതെ ഇതിനായിട്ട് നല്ല ജോലികൾ കളഞ്ഞിട്ട് ഇറങ്ങുന്ന ആൾക്കാരെ ഉള്ള ഒരു അഡ്വൈസാണ് ഞാൻ പറയുന്നത്. കാര്യം ചിലർ ആ ഒരു ഇത് കേൾക്കുമ്പോഴേ ചാടി അങ്ങ് പുറപ്പെടും. പിന്നെ അത് കഴിഞ്ഞ് ചില ആൾക്കാർ പ്രിപ്പറേഷന്റെ പകുതിയിൽ, പരീക്ഷ നടക്കുന്നതിന് 3 മാസം മുമ്പേ തിരിച്ചു പോയവരുണ്ട്. ഗൾഫിൽ നിന്ന് നല്ല ജോലികളൊക്കെ കളഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഒരാള് കുറച്ച് ഗിഫ്റ്റും കുറെ സാധനങ്ങളുമായിട്ട് എൻ്റെ വീടിന്റെ വാതിൽക്കൽ നിൽക്കുന്നതാണ് കണ്ടത്. എനിക്ക് ഈ ജോലി വേണം. ഞാൻ പറഞ്ഞു, ഇപ്പോഴേ എന്തിനാണ് വന്നത്? നോട്ടിഫിക്കേഷൻ ഇനിയും വിളിക്കാൻ സമയമെടുക്കും. പുള്ളി പറഞ്ഞു, ഞാൻ എത്ര കാലം വേണമെങ്കിലും പഠിക്കാൻ തയ്യാറാണ്. പുള്ളി ഡയറക്റ്റ് ക്ലാസ്സിന് വന്നു. പരീക്ഷയ്ക്ക് 3 മാസം മുമ്പേ പുള്ളി തിരിച്ചു പോയി. എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ള നല്ല ജോലിയും പോയി. പിന്നെ അതിനേക്കാളും മോശമായിട്ടുള്ള, അതിനേക്കാളും വളരെ സാലറി കുറഞ്ഞ ഒരു ജോലിയിലാണ് അയാൾ കയറിയത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ലോങ് ടൈം പ്രിപ്പയർ ചെയ്യാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിച്ചു തുടങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ കോഴ്സ് എടുക്കാം. നിങ്ങളുടെ ജോലി, നല്ല ജോലികളൊക്കെ ഉള്ള ആൾക്കാർ പെട്ടെന്ന് കളഞ്ഞിട്ട് വരരുത്. ഒരു ലോങ് ടൈം പ്രിപ്പറേഷൻ ആണ്. പിന്നെ പ്രിപ്പറേഷൻ എപ്പോഴും അൺസർട്ടനിറ്റി ഉണ്ട്, അത് മനസ്സിലാക്കുക. പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ജോലി കിട്ടത്തില്ല. 10,000-ന് പുറത്ത് ആൾക്കാർ അപ്ലൈ ചെയ്യും, 100-200 പേർക്ക് ജോലി കിട്ടത്തുള്ളൂ. ആ ഒരു സത്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. മാസ് വേക്കൻസി ഉണ്ട് എന്നൊന്നും കേട്ടിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ നല്ല ജോലി കളഞ്ഞിട്ട് വരരുത്. പല ആൾക്കാരും എന്തായാലും ഇനിയിപ്പം നിങ്ങൾ പഠിച്ചു തുടങ്ങി നോട്ടിഫിക്കേഷൻ വന്ന് എന്തായാലും ജോലി കിട്ടുമ്പോൾ 1.5-2 വർഷം എടുക്കുക. അത്രയും നിങ്ങൾ ലോങ് ആയിട്ട് നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ തയ്യാറെടുത്ത് തുടങ്ങാവുള്ളൂ. അല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സ്, ലോങ് ടൈം ബാച്ച് ഒക്കെ ഉണ്ട്, അതിലൊക്കെ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ സ്വന്തമായിട്ട് അങ്ങനെ നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാനോടുകൂടി പഠിക്കാം. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദെൻ അടുത്ത കാര്യം, നമ്മൾ തയ്യാറെടുക്കാൻ തയ്യാറാണ്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ തയ്യാറെടുക്കാൻ തയ്യാറാണ്. നമ്മൾ കോൺഫിഡന്റ് ആണ്, ഞാൻ എലിജിബിൾ ആണ്, എന്നെ കൊണ്ട് പറ്റും, ഈ കാര്യങ്ങളെല്ലാം പറ്റും, കാര്യം ഇതെന്റെ ഒരു ഡ്രീം പോസ്റ്റ് ആണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാർ പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ ചൂസ് യുവർ മോഡ് ഓഫ് പ്രിപ്പറേഷൻ. പലർക്കും സ്വന്തമായി പഠിക്കാൻ കഴിവുള്ളവർ കാണും. സ്വന്തമായിട്ട് പഠിക്കുന്നതിന് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. സ്വന്തമായിട്ട് പഠിക്കാൻ കഴിവുള്ളവരായിരിക്കും ചില ആൾക്കാർ കോച്ചിങ് പ്രിഫർ ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ എങ്ങനെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ ഈ സിലബസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. പിന്നെ പരമാവധി നിങ്ങൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ഒരു അസിസ്റ്റൻസ് വേണോ എന്നുള്ള കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കണം. ഇനി കോച്ചിങ് എടുക്കുവാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും വിശ്വസിക്കാവുന്ന കോച്ചിങ് സെന്റേഴ്സിൽ ജോയിൻ ചെയ്യുക.
നമ്മുടെതിൽ തന്നെ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ഏറ്റവും വിശ്വസിക്കാവുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ നമ്മുടെ മാത്രം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത് പരസ്യം പറയുന്ന പോലെ ഇരിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾക്ക് പഠിച്ച ആ ജോലി കിട്ടും. അവിടുത്തെ ടീച്ചേഴ്സ്, അവിടുത്തെ മെന്റേഴ്സ്, അവര് തരുന്ന കണ്ടന്റ്സുകൾ അതെല്ലാം നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ബുക്സോ മറ്റൊരു ക്വസ്റ്റ്യൻസോ ഒന്നും റെഫർ ചെയ്യാതെ നിങ്ങൾക്ക് ജോലി കിട്ടുമോ? അങ്ങനെ നോക്കണമെങ്കിൽ നിങ്ങൾ അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കണം. മുമ്പുള്ള പരീക്ഷയില്ല, ഇനി തൊട്ട് മുമ്പ് അവർ കോച്ചിങ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള അവരുടെ റിസൾട്ടുകൾ, അവരുടെ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക്, അവിടുത്തെ അധ്യാപകരുടെ യോഗ്യത, അവിടുത്തെ മെന്ററിന്റെ യോഗ്യത, ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ ഇപ്രാവശ്യം ഇവിടെ മെന്റർ ചെയ്യുന്നത്, കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ തന്നെയാണ് മെന്റർ ചെയ്തത്, ഞാൻ തന്നെയാണ് AMVയുടെ മെന്റർ. ഞാൻ 30ഓളം കോമ്പറ്റീറ്റീവ് എക്സാംസുകൾ ക്രാക്ക് ചെയ്തതാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയുള്ള പല സ്റ്റേജിലുള്ള പരീക്ഷകൾ, ITI ലെവല്, ഡിപ്ലോമ ലെവല്, BTech ലെവല്, അങ്ങനെയുള്ള ലെവലിലെ പല പരീക്ഷകളും ക്രാക്ക് ചെയ്തിട്ട് ട്രാക്ക് റെക്കോർഡ് ഉള്ളതാണ്. 12 വർഷമായിട്ട് കോമ്പറ്റീറ്റീവ് എക്സാം ഫീൽഡിലുണ്ട്. കഴിഞ്ഞ AMVയിൽ 200-ലധികം ഉദ്യോഗാർത്ഥികളെ അവരുടെ ആദ്യ റാങ്കിലേക്ക് എത്തിച്ച ആളാണ്. അതിന് മുമ്പുള്ള ബാച്ചിലും ഒരുപാട് ആൾക്കാരെ മെന്റർ ചെയ്തിട്ടുള്ള, മൊത്തത്തിൽ ഞാൻ ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ മേഖലകളിൽ 10,000-ലധികം ഉദ്യോഗാർത്ഥികളെ ഗൈഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മെന്റേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ മെന്റർമാര് നിങ്ങളോടൊപ്പം തന്നെ അതേ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. കാര്യം, ഒരു മെന്റർ എന്ന് പറഞ്ഞാൽ മെന്ററിന്റെ ആവശ്യം എന്താണ്? അയാൾ ഒരു വഴികാട്ടി ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺസ് വരുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. നിങ്ങൾ തയ്യാറെടുക്കുന്ന അതേ പരീക്ഷയ്ക്ക് തന്നെ തയ്യാറെടുക്കുന്ന ഒരു മെന്റർ ആണെങ്കിൽ എന്തായിരിക്കും, നിങ്ങൾക്ക് വരുന്നത് പോലെ തന്നെ അവർക്ക് മെന്റലി അപ്പ് ആൻഡ് ഡൗൺസ് വരും. അവർ നിങ്ങൾ ഡൗൺ ആവുന്ന അതേ സമയം തന്നെ അവരും ഡൗൺ ആവും. കാര്യം ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ അവരുടെ കയ്യിൽ മോട്ടിവേഷൻ ഒക്കെ കിട്ടും, അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയിട്ട് ഞാൻ അതെല്ലാം നിർത്തിയിട്ട് എൻ്റെ ഒരു പാഷൻ ഇതായതുകൊണ്ട് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നതാണ്. അപ്പം ഞാൻ ഇപ്പോൾ നിങ്ങളൊരു AMV വിളിച്ചാൽ നിങ്ങളുടെ AMVക്ക് അപ്ലൈ ചെയ്യത്തില്ല, അതിന്റെ പരീക്ഷ എഴുതത്തില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ AMVയുടെ പരീക്ഷ പോലും എഴുതിയിട്ടില്ല. കാര്യം എനിക്ക് യൂണിഫോം പോസ്റ്റിനോട് താല്പര്യമില്ല, അത് മനസ്സിലാക്കുക. പോളി ലെക്ചർ അങ്ങനെയുള്ള പരീക്ഷകൾ, അങ്ങനെയുള്ള പരീക്ഷകളെല്ലാം ക്രാക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് AMV എഴുതിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമാണ്. കാര്യം ഓട്ടോമൊബൈലൊക്കെ ഉള്ള പരീക്ഷകളിലൊക്കെ നല്ല റാങ്കുകൾ വാങ്ങിച്ചിട്ടുള്ള, ഓട്ടോമൊബൈലും മെക്കാനിക്കലും കമ്പൈൻ ചെയ്തിട്ടുള്ള മറ്റുള്ള പല പരീക്ഷകളുണ്ട്, അതിലൊക്കെ നല്ല റാങ്ക് വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ്. പിന്നെ ഇതിനെ വർഷങ്ങളായിട്ട് ഇതിന്റെ തന്നെ മെന്ററിങ്, AMVയുടെ മെന്ററിങ്ങും ക്ലാസ്സുകളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ചുമ്മാതെ പോയി എഴുതിയാലും ജോലി കിട്ടും. പക്ഷേ ഇപ്പോൾ വരുന്ന പരീക്ഷകളിലൊക്കെ പോയി ചുമ്മാതെ പോയി പഠിക്കാതെ എഴുതിയാലും ജോലി കിട്ടും. കാര്യം ഇത്രയും നാളെ നമ്മുടെ ജോലിയും നമ്മുടെ ഈ എല്ലാ കാര്യങ്ങളും ഇതിനു വേണ്ടിയാണ്. അപ്പൊ നമ്മളെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ടൈം എല്ലാം ഇതിനു വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെയാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും AMVയുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരീക്ഷയ്ക്ക് നമ്മൾ മെന്റർ ചെയ്യാണ്. അപ്പൊ മെന്റർ ചെയ്യാണ് നമുക്ക് ഈ ജോലിയുടെ, ഗവൺമെന്റ് ജോലിയുടെ ഇപ്പൊ സത്യം പറഞ്ഞാൽ ആവശ്യമില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കുക. കാര്യം ഗവൺമെന്റ് ഒരു ജോലിക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥിക്ക് അവന് വേണ്ട ഗൈഡൻസും അവന് വേണ്ട സപ്പോർട്ടും എല്ലാം മെന്റർ കൊടുക്കണം. അപ്പൊ മെന്ററിന് ഇതിനകത്ത് ഓവറോൾ ഐഡിയ ഉണ്ടായിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ ഡൗട്ടുള്ള ചോദിച്ചാലും അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരു ഐഡിയ ഉള്ള ആളായിരിക്കണം. അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ. മനസ്സിലായല്ലോ? അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കോച്ചിങ് ഇപ്പം പല ആൾക്കാരും വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളത് നമുക്കാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട്. പിന്നെ നിങ്ങൾ മൊത്തത്തിൽ നോക്കുക, ഞാൻ പറഞ്ഞ് മാത്രം നിങ്ങൾ വിശ്വസിക്കേണ്ട. ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളത് ഏറ്റവും നല്ല അധ്യാപകരെവിടെയാണ്, അവരുടെ പ്രൊഫൈലുകൾ, ഇതെല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ട് ജോയിൻ ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അവരെ വിളിച്ചാൽ കിട്ടുമോ എന്നുള്ളത്, അതൊന്ന് നോക്കുക. പല വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്യത്തിലുള്ള 2-3 നമ്പർ കാണും. ആ നമ്പർ കസ്റ്റമർ കെയർ ആയിരിക്കും എടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ സപ്പോർട്ട് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ച് അവർ പറയും ഇതിന്റെ സെയിൽസിന്റെ നമ്പറാണ്, മറ്റേ നമ്പർ അങ്ങനെ ഒന്നും തരത്തില്ല. അപ്പൊ അങ്ങനെയുള്ളത് നമ്മുടെ ഇതിനകത്ത് 3 നമ്പരും കൊടുത്തിരിക്കുന്നത് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട നമ്പറാണ്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ ഇത് നിങ്ങൾ മനസ്സിലായല്ലോ. സ്വന്തമായിട്ട് തയ്യാറെടുക്കേണ്ടവർക്ക് സ്വന്തമായിട്ടുള്ള ഓൺ സ്ട്രാറ്റജി തയ്യാറെടുക്കാം. കോച്ചിങ് സെന്റർ സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, ഫീസിന്റെ കാര്യം സൂക്ഷിക്കുക. നമുക്ക് പറ്റുന്ന ഫീസാണോ, അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണോ എന്ന് നോക്കുക. ഏറ്റവും ക്വാളിറ്റി എടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എടുക്കണം.
ഏറ്റവും ബെസ്റ്റ് എടുക്കുക, അവരുടെ ഫീസും അഫോർഡബിൾ ആണോ എന്ന് നോക്കുക. ചില ആൾക്കാർ അത്ര ബെസ്റ്റ് ഒന്നും അല്ല, എന്നിട്ടും 15,000 20,000 ഒക്കെ 20,000 രൂപ ഒക്കെ. കാര്യം ഇതൊരു പുതിയൊരു നോട്ടിഫിക്കേഷൻ വിളിക്കുകയാണ്, അതിനിപ്പം പൊന്നും വിലയാണ്. ആൾക്കാർ എന്ത് പൈസ കൊടുത്തും വാങ്ങിക്കും. അറിയാത്തവൻ, വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിയാത്തവൻ എത്ര പൈസ കൊടുത്ത് വേണമെങ്കിലും വാങ്ങിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അതും നോക്കണം. നമുക്ക് പറ്റുന്ന ഫീസ് ആണോ? നമുക്കിപ്പോൾ ഇയർലി ബേഡ് ഓഫർ 7,000 രൂപയുള്ളൂ. അതെല്ലാവർക്കും അത്യാവശ്യം എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസാണ്. അതിന് 2 ഇൻസ്റ്റാൾമെന്റ് പോലും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ 20,000 രൂപ വെക്കാം. കാര്യം നമുക്ക് 200-ലധികം റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴും വെക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും കോഴ്സ് ജോയിൻ ചെയ്യാൻ പറ്റണം, മാക്സിമം ആൾക്കാർക്ക് ജോയിൻ ചെയ്യാൻ പറ്റണം. നല്ല നല്ല കുട്ടികൾ വന്ന് പഠിച്ചാലേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. വേണ്ടവൻ വന്ന് പഠിച്ചാലേ റിസൾട്ട് കിട്ടത്തുള്ളൂ. അതാണ് അതിനകത്തെ കാര്യം. പൈസ കിട്ടാനാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് പൈസ ഉണ്ട്. പക്ഷെ ഈ ജോലി വേണ്ടവനും അത്രയും പാഷനേറ്റ് ആയിട്ട് പഠിക്കുന്നവർക്കും നമ്മളോടൊപ്പം തന്നെ നമ്മൾ പഠിപ്പിക്കുന്നത് കറക്റ്റായിട്ട് പഠിച്ചു പോകുന്നവർക്ക് ജോലി കിട്ടത്തുള്ളൂ. നമ്മൾ പഠിപ്പിക്കുന്നത് കറക്റ്റായിട്ട് പഠിച്ചു പോയാൽ ജോലി കിട്ടും, അത് ഉറപ്പാണ്. കാര്യം നമ്മുടെ എൻ്റെ ഇത്രയും നാളത്തെ ജോലി ഇത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തിൽ തയ്യാറെടുത്താൽ ജോലി കിട്ടും. ഞങ്ങളൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. അല്ലാതെ നമ്മളൊന്നും പിൻവാതിലിൽ കയറിയ ആൾക്കാരല്ല, ഓടളൊക്കെ കയറിയ ആൾക്കാരല്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ അത് മനസ്സിലായി. അടുത്ത കാര്യം, നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരു പ്രിപ്പറേഷൻ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. എന്താണ് പ്രിപ്പറേഷൻ മൈൻഡ് സെറ്റ്? എന്താണ് പ്രിപ്പറേഷൻ മൈൻഡ് സെറ്റ്? അപ്പോൾ പ്രിപ്പറേഷൻ മൈൻഡ് സെറ്റ് നമ്മൾ മനസ്സിലാക്കുമ്പം, ഞാൻ ആദ്യം പറഞ്ഞു, പ്രിപ്പറേഷൻ ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. എപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാലും അത്യാവശ്യം കാലതാമസം എടുക്കും, അല്ലേ? നോട്ടിഫിക്കേഷൻ വന്നൊരു പരീക്ഷ വരാൻ മിനിമം 4 മാസം. ഇപ്പോൾ ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് എന്തായാലും 4 മാസത്തിനുള്ളിൽ വരും, 4 അല്ലെങ്കിൽ 5 മാസം. എന്താണ് ഞാൻ പറഞ്ഞത്? നോട്ടിഫിക്കേഷൻ വന്നാൽ എക്സാമിന്റെ കാര്യം. നോട്ടിഫിക്കേഷൻ നമ്മൾ 2026-ലാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 2026 ഏപ്രിലോ ഒക്കെ കണക്കാക്കിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ കഴിഞ്ഞ് പിന്നെയും ഏപ്രിൽ വരെ ഇപ്പോൾ കാലതാമസമുണ്ട്. അത് കഴിഞ്ഞ് 4-5 മാസമുണ്ട്. ദെൻ അതിനിടയ്ക്ക് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺസ് വരും, അല്ലെ? അപ്പൊ ആ അപ്പ് ആൻഡ് ഡൗൺസിനെ എല്ലാം നമുക്ക് എന്ത് ചെയ്യണം? അതിനൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റണം. പിന്നെ ഞാൻ ഒരു അഡ്വൈസ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാണെന്ന് ആരോടും പറയരുത്. അതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മുടെ പേരൻസ് അല്ലാതെ, പേരൻസും പുറത്തെ ആൾക്കാരോട് പറയുന്നുണ്ടെങ്കിൽ അവരോടും പറയരുത്, വേറെ ആരോടും പറയരുത്. കാര്യം നമ്മൾ ഇതിനെ തയ്യാറെടുക്കുന്നു, നമ്മൾ ഇതിനെ കച്ചകെട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പിന്നുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ ജോലി നേടാനായിട്ടുള്ള മൈൻഡ് സെറ്റ്. അപ്പൊ തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെ ഡ്രീം ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ട ജോലിയാണ്. അപ്പൊ ഇതിലെത്താൻ വേണ്ടിയിട്ടുള്ള, അപ്പം നമ്മൾ ഇതിനെ പഠിക്കാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഞാൻ AMV ആയാലെന്നല്ല, AMV ആകും. ആയി കഴിയുമ്പോൾ എന്തെല്ലാം മാറ്റം, ഇപ്പോൾ ഉള്ള എൻ്റെ സിറ്റുവേഷൻ എന്താണ്? ഇപ്പോൾ ഉള്ള പലർക്കും ചിലപ്പം നല്ല ദാരിദ്ര്യമുള്ളവരുണ്ടാവും, ദാരിദ്ര്യം ഇല്ലാതെ നല്ല ജോലിയിൽ ഇരിക്കുന്നവരുണ്ടാവും. ഇപ്പോൾ ഉള്ള എൻ്റെ സിറ്റുവേഷനിൽ നിന്ന് ഞാൻ ഇനി AMV ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, സമൂഹത്തിൽ സംഭവിക്കുന്ന എനിക്ക് സംഭവിക്കുന്ന മാറ്റം, സമൂഹത്തിൽ എന്നെ ഇപ്പൊ കാണുന്ന ആൾക്കാരും പിന്നീട് കാണുന്ന ആൾക്കാരും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അതൊക്കെ നോക്കുക. കാര്യം പല ആൾക്കാരും ഗവൺമെന്റ് ജോലിയിലോട്ട് വരുന്നത് ശമ്പളം മാത്രം പ്രതീക്ഷിച്ചല്ലേ. ശമ്പളം 45-600 ഉള്ളൂ. 1-2 ലക്ഷം രൂപയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയുള്ള ജോലികൾ കാഞ്ഞിട്ട് വന്നും ക്രാഷ് പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ജോലി കിട്ടി, ഫസ്റ്റ് അഡ്വൈസ് ഇതിനെ ജോലി കിട്ടിയ ഉദ്യോഗാർത്ഥികളുണ്ട്. ശമ്പളം മാത്രമല്ല, സമൂഹത്തിലുള്ള അംഗീകാരം, ഒരു സ്ഥിര വരുമാനം, സ്ഥിര ജോലി, അങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കും. സമൂഹത്തിൽ സോഷ്യൽ സ്റ്റാറ്റസ് ആണ് കൂടുതൽ ആൾക്കാരും നോക്കുന്നത്. അപ്പൊ അതെല്ലാം, പിന്നെ പല ആൾക്കാർക്കും ഗവൺമെന്റ് സർവീസിൽ മറ്റുള്ള പബ്ലിക്കിനെ സെർവ് ചെയ്യാനുള്ള അതിയായിട്ടുള്ള ആഗ്രഹം, അങ്ങനെയൊക്കെ ഉള്ളവരും ഉണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു പ്രിപ്പറേഷൻ മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. ഇത്രയും നാൾ പിടിക്കും, ഇതിനിടയ്ക്ക് അപ്പ് ആൻഡ് ഡൗൺസ് വരും. അപ്പം നിങ്ങൾ സെൽഫ് സ്റ്റഡി എടുത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ സെൽഫ് മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. കോച്ചിങ് എടുത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ മെന്ററിനെ നിങ്ങൾ എപ്പോഴും കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്കുള്ള ഓരോ പ്രോബ്ലംസും പറയുക. അതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നൊരു മെന്റർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നമ്മളൊരു പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ പ്രിപ്പറേഷൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ, നമ്മൾ എപ്പോഴും ഒരു ഉദ്യോഗാർത്ഥിയുടെ തലത്തിൽ നിന്ന് ചിന്തിക്കണം, ഒരു അധ്യാപകന്റെ തലത്തിൽ നിന്ന് ചിന്തിക്കണം, ഒരു മെന്ററിന്റെ, അതായത് അധ്യാപകൻ അല്ലെങ്കിൽ ഒരു മെന്ററിന്റെ തലത്തിൽ നിന്ന് ചിന്തിക്കണം, തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററിന്റെ തലത്തിൽ നിന്ന് ചിന്തിക്കണം. അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആ പഠിച്ച ആ കണ്ടന്റുകൾ ഓരോന്നും വരുമ്പോൾ നമ്മുടെ മൈൻഡിൽ എന്തുണ്ടായിരിക്കണം? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററിന്റെ മൈൻഡ് സെറ്റ് ഉണ്ടാവണം. അപ്പൊ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ ഇനിയും ക്വസ്റ്റ്യൻ വരാം,
അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ബെറ്റർ കോച്ചിങ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങളുടെ അധ്യാപകരും മെന്റേഴ്സും ഒക്കെ തരും. എന്നാലും നിങ്ങൾ ഓരോ കണ്ടന്റ് നോക്കുമ്പോൾ ഇതിൽ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾക്കൊരു ഐഡിയയും കൂടെ, എന്ത് വന്നാലും അതിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. ആ ലോങ് ടൈം പ്രോസസ്സിൽ സർവൈവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ പ്രിപ്പയർ ആയിരിക്കണം. അതാണ് കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇത്രയും കാര്യങ്ങളുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തുടങ്ങുക. അറിയാം ലോങ് ടൈം പ്രോസസ് ആണ്, എന്നാലും ഞാൻ പറയുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കുന്നതാണെങ്കിൽ പണി കിട്ടും. കാര്യം യൂണിഫോം പോസ്റ്റ് ആണ്, 4 മാസത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ പരീക്ഷ വരും. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, യൂണിഫോം പോസ്റ്റ് അല്ലാത്ത അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ജൂലൈ വരെ അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു. ഈ ജൂണിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്, ജൂലൈ വരെ അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നത്. ആ നവംബറിൽ പരീക്ഷയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അതേപോലൊക്കെ വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതല്ല, യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ തന്നെ വരും. അവര് ഒരു ടെന്റേറ്റീവ് ഡേറ്റ് ഓഫ് എക്സാം ഒക്കെയാണ് നോട്ടിഫിക്കേഷൻ തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുക. ഇനി പഠിച്ച് നേടാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയമുണ്ടോ എന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കണം. അതനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഓക്കെ, ദെൻ എത്രയും പെട്ടെന്ന് തുടങ്ങുക. ഇനി ഞാൻ പറഞ്ഞു, ഇതിൽ പലരും ചിലപ്പം ജോലി നിൽക്കുന്ന ആൾക്കാരാകാം, ജോലി കിട്ടാത്ത ആൾക്കാരാകാം. ഏതൊരാളായാലും ഗ്യാപ്പ് വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇനി ഓരോ ദിവസവും 4 മണിക്കൂർ ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് ഇമ്പോസിബിൾ ആയിരിക്കും. ഒരു ദിവസം 4 മണിക്കൂർ പഠിക്കും, പിറ്റേ ദിവസം അത് നമുക്ക് ഹാബിറ്റ് ആക്കാൻ പറ്റത്തില്ല. പിറ്റേ ദിവസം ആകുമ്പോഴേ നമുക്ക് മനസ്സും മടുക്കും, നമ്മൾ പരിപാടി നിർത്തും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പഠിക്കാൻ ഞാൻ പറഞ്ഞു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ചെറിയ ടൈം പഠിക്കുക. അതായത് ബേബി സ്റ്റെപ്സുകൾ എടുക്കുക എന്ന് പറയാം. ആദ്യം കുറച്ച് പഠിക്കുക, പിന്നെ അത് കുറച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഒക്കെ ആദ്യം പതിയെ പഠിച്ചേക്കുക. അപ്പൊ അങ്ങനെ ബേബി സ്റ്റെപ്സുകൾ എടുക്കുക എന്നാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഏതാണ്ട് ഒരു മണിക്കൂർ ഒരു 10 ദിവസം നമ്മൾ പഠിക്കുക. ഞാൻ എല്ലാ കുട്ടികളോടും, പഠിക്കാൻ മടിയുള്ള എല്ലാവരോടും പറയുന്നതാണ്, ഒരു ദിവസം എന്ത് ചെയ്യുക, 10 ദിവസം അടുപ്പിച്ച് ഓരോ മണിക്കൂർ പഠിക്കുക. പഠിക്കുമ്പോൾ ഭയങ്കരമായിട്ട് പഠിക്കണം എന്നുള്ളതല്ല, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പഠിക്കുക. പക്ഷെ 10 ദിവസം നമ്മളത് ചെയ്യുമ്പോൾ, 10-14 ദിവസം നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് പതിയെ അതൊരു ശീലമായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റും. അപ്പൊ അങ്ങനെ തുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ പ്രിപ്പറേഷൻ ടൈം പതിയെ കൂട്ടുക. 1.5 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ ആക്കി പിന്നെ നിങ്ങൾ ഡെയിലി ഒരു 4 മണിക്കൂർ പഠിക്കാൻ കണ്ടെത്തുക. അപ്പൊ ഞാൻ പറയുന്നത്, നല്ല ജോലിയിൽ ഇരിക്കുന്നവരും ചെറിയ ജോലി ചെയ്യുന്നവരും ജോലി കളയരുത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോലി കളയരുത്. ഇനി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോലി കളയാം. പല ആൾക്കാരും വിളിക്കുമ്പോൾ ഞാനത് പറയാറുണ്ട്, ഡയറക്റ്റ് ക്ലാസ്സിനൊക്കെ വരുന്നവരോട് പറയാറുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾ ജോലി വന്നോ സഹായിക്കാം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റേഷനകത്ത് നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം കണ്ടെത്തുക. എത്ര വലിയ മലമറിക്കുന്ന ജോലി ചെയ്യുന്ന ഒരാൾക്കായാലും ഒരു ദിവസം 4 മണിക്കൂർ അയാൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉണ്ടായിരിക്കും. അത് നമുക്ക് കണ്ടെത്താവുന്നേ ഉള്ളൂ. 4 മണിക്കൂർ വേണ്ട, വേണമെങ്കിൽ ഒരു 3 മണിക്കൂർ നിങ്ങൾ കണ്ടെത്തുക. അത് കഴിഞ്ഞ് നമുക്ക് പരീക്ഷയൊക്കെ വരുമ്പോൾ, പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ടൈം കൂട്ടാം. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ വെച്ച് പഠിക്കുക. 10-14 ദിവസം അങ്ങനെ പഠിക്കുക. ടൈമിനെ കൂട്ടുക, 4 മണിക്കൂർ വരെ എത്തിക്കാൻ നോക്കുക. നമ്മുടെ ലിമിറ്റേഷനകത്ത് നിന്നുകൊണ്ട് ഏത് സാഹചര്യമുള്ള ആളായിക്കോട്ടെ 4 മണിക്കൂർ നമ്മൾ കണ്ടെത്തണം. പല നേരം, ഒറ്റ നേരം 4 മണിക്കൂർ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ രാവിലെ കുറച്ചു നേരം, രാത്രി കുറച്ചു നേരം, അല്ലെ, കുറച്ച് ദിവസത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കഷ്ടപ്പെടുന്ന എന്തിനു വേണ്ടിയാ, നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അത് നിങ്ങൾ ചെയ്യുക. ദെൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യനും അതേപോലെ തന്നെ നമ്മുടെ സിലബസും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ എല്ലാം നമുക്ക് പറ്റുമോ ഇല്ലെന്നൊക്കെ മനസ്സിലാവുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ തുടങ്ങാൻ പോവാണ്, അല്ലെ, പഠിച്ച് തുടങ്ങാൻ പോവാണ്. നമ്മൾ പഠിക്കാൻ പതിയെ ചെറുതായിട്ട് പഠിച്ച് കാര്യങ്ങളെല്ലാം എത്തി. നമ്മൾ ചെയ്യേണ്ട കാര്യം, ഐഡന്റിഫൈ the questions that matches us as per the present syllabus. നമ്മുടെ സിലബസ് നോക്കുക, സിലബസുമായിട്ട് മാച്ചായിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്കറിയാം AMEയുടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ 1-2 ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ, ഇതിനും പഴയതൊക്കെ നോക്കിയാൽ ഓട്ടോമൊബൈൽ മാത്രമുള്ള പരീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുക്കാം. അതോടൊപ്പം തന്നെ ഇതിന്റെ ടോപ്പിക്കുമായിട്ട് മെക്കാനിക്കലിലെ ഓട്ടോമൊബൈലിലെ ഒക്കെ ആയിട്ട് മാച്ചായിട്ട് വരുന്ന നമ്മുടെ സ്റ്റേറ്റ് PSCകൾ, അതേപോലെ തന്നെ അതർ സ്റ്റേറ്റ് PSCകൾ, നമ്മുടെ സ്റ്റേറ്റ് PSCയിൽ തന്നെ പല
ഡിപ്പാർട്ട്മെന്റിൽ നടന്ന പരീക്ഷകൾ, അതിനകത്തെല്ലാം നമ്മൾ ആവശ്യമുള്ളതെല്ലാം എടുക്കുക, നോക്കുക. നോക്കിയിട്ട് നമ്മൾ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ റൈറ്റ് സെൽഫ് സ്റ്റഡി ഒരാളാണെങ്കിൽ എന്താണ് റൈറ്റ് സോഴ്സ് അയാളെ കണ്ടുപിടിക്കണം. കോച്ചിങ് ഉള്ള ഒരാളാണെങ്കിൽ എന്താണ് കോച്ചിങ്ങിലുള്ള അവരുടെ മെറ്റീരിയൽ പഠിക്കുകയാണ്. അപ്പൊ അങ്ങനെ പഠിച്ചു വന്നു, നമ്മൾ ഇങ്ങനെ കുറച്ച് പഠിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് പുതിയ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തെടുക്കുക. ഇതെടുക്കാൻ ഞാൻ പറയുന്ന ആരോടാണ്? സ്വന്തമായിട്ട് പഠിക്കുന്നവരോടാണ് കേട്ടോ. കോച്ചിങ് എടുത്ത ആൾക്കാർ നിങ്ങളുടെ സെന്റേഴ്സ് അതെല്ലാം തരും, പ്രൊവൈഡ് ചെയ്യും. ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള സെന്റർ ആണെങ്കിൽ അതെല്ലാം പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മെന്ററിനെ ബുദ്ധിമുട്ടിക്കുക, സാർ എനിക്ക് കുറച്ചുകൂടെ പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ പല കുട്ടികളും, നല്ല റാങ്ക് കിട്ടിയ പല കുട്ടികളും നമ്മളെ രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ മെസ്സേജ് അയച്ചും വിളിച്ചും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്ന കുട്ടികളുണ്ട്. അതൊരു ബുദ്ധിമുട്ടല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം, അത് ജോലിയാണ്. അവരെന്നിട്ട് വിളിക്കുമ്പോൾ ചോദിക്കും, സാർ ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കും. അപ്പൊ എന്തായാലും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വിളിച്ചാൽ എന്തായാലും നമ്മൾ മനുഷ്യനാണ്, ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ ജോലി അതാണ്, നിങ്ങളുടെ ആവശ്യവും അതാണ് അല്ലെ? അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കുക. നോക്കിയിട്ട് നിങ്ങൾ പരമാവധി ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെയുള്ളതെല്ലാം കണ്ടുപിടിക്കാൻ നോക്കുക, സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ. ദെൻ കോച്ചിങ് എടുക്കുന്നവർ നിങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് നോക്കാൻ പറ്റുന്നെങ്കിൽ നോക്കുക. ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികളോട് നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഡൗട്ട്സുകൾ ഏത് സമയം വന്നാലും നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ജീവനോടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ സൊല്യൂഷൻസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായും പ്രൈമറി ആയിട്ട് നമ്മുടെ കയ്യിൽ ഇരുന്ന സോഴ്സ് മാത്രം മതിയോ, ഇനി അഡ്വാൻസ്ഡ് ബുക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുക്കാം കേട്ടോ. കോച്ചിങ് എടുക്കുന്ന ആൾക്കാർ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, സെന്റേഴ്സിനെ റിലേ ചെയ്യുക. ഓക്കെ, സെന്റേഴ്സിന്റെ മെറ്റീരിയൽ റിലേ ചെയ്യുക. ദെൻ ഏറ്റവും ആവശ്യമുള്ള കാര്യം അടുത്ത പറയുന്നത്, നമ്മൾ കോച്ചിങ് സെന്ററിൽ നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ തന്നെ ആണെങ്കിൽ PDF നോട്ട്സ്, ക്യാപ്സൂൾ നോട്ട് എല്ലാം കിട്ടും. എന്നിരുന്നാലും നമ്മൾ ചെയ്യേണ്ട കാര്യം, ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നോട്ട് എഴുതരുത്. അത് നിങ്ങളുടെ പ്രിപ്പറേഷനെ കില്ല് ചെയ്യും. അത് ഞാൻ പറഞ്ഞുതരാം. ദെൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ നോട്ട്സും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ക്ലാസ് മൊത്തം കാണുക. കംപ്ലീറ്റ് നല്ല ശ്രദ്ധാലുവായിട്ട് ക്ലാസ്സുകൾ കാണുക. നിങ്ങളുടെ നോട്ട്സ് കൃത്യമായിട്ട് നോക്കുക. നിങ്ങളുടെ നോട്ട്സ് നോക്കിക്കഴിഞ്ഞതിന് ശേഷം, ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ നോട്ട്സ് ക്വിക്കായിട്ട് നോക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ആ നോട്ട്സും എടുത്തതിന് ശേഷം, ക്ലാസ്സും കണ്ട് നോട്ട്സും എഴുതിയിട്ട് നിങ്ങൾ ഓർത്തും നിങ്ങളുടെ നോട്ട്സിലും എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട കുറച്ച് പോയിന്റ്സ് മാത്രം ഒരു ബുക്കിൽ കുറിച്ചെടുക്കുക. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നാളെ നമ്മൾ പരീക്ഷയുടെ 2-3 ദിവസം മുമ്പേ നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് പഠിച്ച് റിവൈസ് ചെയ്യാൻ പറ്റണം. കാര്യം നമ്മൾ ക്ലാസ് കണ്ടു, നോട്ട് എടുത്തു, റിവിഷൻ ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് പിന്നെയും ഇത്രയും വലിയ നോട്ടൊന്നും പിന്നെ നോക്കാൻ പരീക്ഷയുടെ തലേന്ന് നമുക്ക് നോക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഹാൻഡി ആയിട്ടുള്ള ഒരു നോട്ട് വേണം. അതുകൊണ്ടൊരു ക്വിക്ക് ആയിട്ടുള്ള റിവിഷൻ നോട്ട് എന്നാണ് ഞാൻ ഇതിനെ പറയുന്നത്. അപ്പൊ അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? റിവിഷൻ ചെയ്യുക. ഓക്കെ, റിവിഷൻ ചെയ്യുക. നമ്മൾ അതോടൊപ്പം തന്നെ പഠിച്ചതിന്റെ കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. റിവിഷനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ടോപ്പിക് വൈസ് പരീക്ഷകൾ ചെയ്തു പോകുക. സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആള് ഏതെങ്കിലും ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ കോച്ചിങ്ങിലുള്ള ആൾക്കാർ അവർ ഇതെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് തരും. ദെൻ അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കാര്യങ്ങളും തീർത്ത് കഴിഞ്ഞാൽ, പഠിച്ചു തീർത്താൽ, അതായത് ഇങ്ങനെ ഗ്രാജുവലി പഠിച്ചു തീർത്താൽ, ടോപ്പിക് വൈസ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? 20, ഏറ്റവും മിനിമമാണ് ഞാൻ പറയുന്നത്, 20 മാതൃകാ പരീക്ഷകളെങ്കിലും, അതായത് 100 മാർക്കിന്റെ 20 മാതൃകാ പരീക്ഷകളെങ്കിലും നമ്മൾ ചെയ്യുക. നമ്മുടെ ടൈം മാനേജ് ചെയ്യാനൊക്കെ പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. മാതൃകാ പരീക്ഷകൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഏതുവരെ പഠിച്ചു, നമുക്ക് എന്തൊക്കെ മിസ്റ്റേക്സുകൾ വരാം, ആ മിസ്റ്റേക്സുകൾ ഐഡന്റിഫൈ ചെയ്യാനാണ്. ഒരിക്കലും കളിക്കുന്ന പോലെ എടുത്ത് പരീക്ഷ എഴുതരുത്. ഒരു പരീക്ഷ എഴുതുന്നു, ചുമ്മാതെ പഠിക്കാതെ പരീക്ഷ എഴുതുന്നു, പിന്നെ ആ പരീക്ഷ എടുത്ത് വെച്ച് ചെയ്തുകൊണ്ട് ഒരു ഉപയോഗമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പഠിക്കുക. എല്ലാ കാര്യങ്ങളും പഠിച്ചു നമ്മൾ അതിന്റെ സിലബസ് എല്ലാം കവർ ചെയ്തതിനു ശേഷം ഫുൾ സിലബസിൽ പരീക്ഷ എഴുതുക. പരീക്ഷ എഴുതുന്നത് എന്തിനാണ്? നമ്മളെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യാനാണ്. ആ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. എയ്തർ മെന്ററോടൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ മിസ്റ്റേക്സുകൾ മനസ്സിലാക്കുക. എവിടെയൊക്കെ നമുക്ക് തെറ്റും അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നിങ്ങളുടെ മിസ്റ്റേക്സുകൾ കറക്റ്റ് ചെയ്യുക.
അപ്പൊ നിങ്ങൾ എവിടെയൊക്കെയാണ് പാളി എന്നുള്ള കാര്യങ്ങൾ, എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് മിസ്സിംഗ് എന്നുള്ള കാര്യങ്ങൾ, അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്മാർട്ട് നോട്ടിൽ കുറിച്ച് വെക്കുക. നാളെ പരീക്ഷയ്ക്ക് 2 ദിവസം മുമ്പ് നമ്മൾ ഇതായിരിക്കും നോക്കുന്നത് അല്ലേ. ദെൻ പരീക്ഷയ്ക്ക് മുമ്പേ ഫൈനൽ ലാബ് റിവിഷൻ. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച. അപ്പൊ ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം ഒളിഞ്ഞിരിക്കുന്ന ഒരു സാധനമുണ്ട്, കോമ്പറ്റീഷൻ ട്രയാങ്കിൾ. കോമ്പറ്റീഷൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഫുൾ സിലബസ് കംപ്ലീഷൻ, ഫുൾ റിവിഷൻ, ടോപ്പിക് വൈസ് പ്രാക്ടീസ്, ഫുൾ സിലബസ് പ്രാക്ടീസ്, ഇതെല്ലാം പ്രാക്ടീസിൽ വരുന്നതാണ്. അപ്പൊ എന്താണ്? ഫുൾ സിലബസ് കംപ്ലീഷൻ, റിവിഷൻ, ദെൻ പ്രാക്ടീസ്. ഈ കാര്യങ്ങൾ ചെയ്താൽ ഞാൻ പറയുന്നത് നിങ്ങൾ പിടിച്ചാൽ കിട്ടത്തില്ല. കാര്യം എന്താ? നിങ്ങൾ ലോങ് ടൈം ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. എന്തായാലും പരീക്ഷ വരാൻ, നോട്ടിഫിക്കേഷൻ വരാൻ എന്തായാലും 6-7 മാസം എടുക്കും. പരീക്ഷ വരാൻ എന്തായാലും എന്താണ്, 1 കൊല്ലത്തോളം പിടിക്കും. ആ ഒരു ദിവസം 4 മണിക്കൂർ വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 300 ദിവസം നിങ്ങൾ എഫക്റ്റീവ് ആയിട്ട് പഠിക്കുന്നതായിട്ട് കൂട്ടിയാൽ മതി. 1200 മണിക്കൂറാണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങളെ ആർക്കും ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്തു പോയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ജോലി നേടിയെടുക്കാം. അത് ഇത്ര 1200 മണിക്കൂറാണ് നമ്മൾ പഠിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു 300-400 മണിക്കൂർ എഫക്റ്റീവായിട്ട് പഠിച്ചാൽ തന്നെ നമ്മുടെ ജോലി കിട്ടും. അപ്പൊ ഇത്രയും ലോങ് ടൈം ആയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെന്റ് ആണ് നമുക്ക് വരുന്നത്. ചെറുതായിട്ട് പഠിച്ച് നമുക്ക് ക്യുമുലേറ്റീവ് എഫക്റ്റ് ആണ് വരുന്നത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ പഠിച്ച് നല്ല നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഇനി നമ്മൾ ഇത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന, ലോങ് ടൈം പ്രിപ്പയർ ചെയ്യുന്നവർ, ഇതുവരെയും പ്രിപ്പറേഷൻ ഒന്നും തുടങ്ങാത്ത ആൾക്കാർ, നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കണമെന്ന് അങ്ങനെ വിചാരിച്ച് മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർ, അത് ശരിയായ ഒരു രീതിയല്ല. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയം അതിക്രമിച്ചു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് പഠിക്കേണ്ടവർ സ്വന്തമായിട്ട് പഠിക്കുക. കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നവർ ഏറ്റവും ബെസ്റ്റ് സെന്റർ സെലക്ട് ചെയ്ത് പഠിക്കുക. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നമ്മുടെ കാര്യം പറയാം. കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും, അതായത് AMV കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഏറ്റവും മികച്ച വിജയം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിജയം, പിന്നെ അതിൻ്റെ മുമ്പേ പ്രാവശ്യം ഉള്ള കാര്യങ്ങൾ, പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഇത്രയും വർഷമായിട്ട് കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള ഇത്, ഞാൻ കുറെ പരീക്ഷ എഴുതിയെടുത്ത പരിചയം, ഞാൻ കുറെ ഗവൺമെന്റ് സർവീസിൽ പരീക്ഷ എഴുതി ജോലി കിട്ടിയ പരിചയം. അപ്പോൾ എന്തായാലും സക്സസ്ഫുൾ ആയി, ഗവൺമെന്റ് സർവീസിൽ ജോലി കിട്ടി, പല സർവീസിലും ജോലി കിട്ടി. അപ്പൊ അതെല്ലാം എന്നെ, അതായത് എൻ്റെ അണ്ടറിൽ പഠിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ മെന്റർ ചെയ്യുന്ന ആൾക്കാർ, അവർക്കെല്ലാം അത് ബെനിഫിറ്റ് ആയിരിക്കും. മറ്റെങ്ങനെ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടത്തില്ല. നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. പല അക്കാഡമികൾ നിങ്ങൾ നോക്കിയാൽ മതി. മെന്റർ എത്ര പരീക്ഷ ക്രാക്ക് ചെയ്തു, അയാൾക്ക് ജോലി കിട്ടിയോ എന്ന് നോക്കിയാൽ മതി. ജോലി ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജോലി ഞാൻ നിർത്തിയിട്ടാണ് ഇതിനകത്ത് നിൽക്കുന്നത്. പല ആൾക്കാരും ഇപ്പൊ പല മെന്റർമാരും ജോലിക്ക് വേണ്ടി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച കുറച്ച് പേരുടെ റിസൾട്ട് മാത്രമാണ് കാണിച്ചേക്കുന്നത്. നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ, നിങ്ങൾക്ക് അത് എളുപ്പമാക്കണമെങ്കിൽ നമ്മളോടൊപ്പം തന്നെ തയ്യാറെടുക്കാം. കേരളത്തിലെ മറ്റൊരു സെന്ററിലും കിട്ടാത്ത തരത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും കിട്ടുന്നത്. ക്ലാസ് മാത്രം പോരാ, ഗൈഡൻസ്. അറിഞ്ഞവനെ അറിയിക്കാൻ പറ്റുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ പ്രിപ്പറേഷൻ്റെ ഓരോ സ്റ്റേജിലുള്ള കാര്യങ്ങളും, പ്രിപ്പറേഷൻ്റെ എങ്ങനെ ഒരു ജോലി കിട്ടണം എന്നുള്ളത് നമ്മൾ കഷ്ടപ്പെട്ട് പല വർഷങ്ങളായിട്ട് നേടിയെടുത്തിട്ടുള്ള ആ ഒരു സർവീസ് നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സുകൾ, റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ, പരീക്ഷ വരെയും നമ്മൾ ക്ലാസ് തരും. നമ്മുടെ ഈ ക്ലാസ്സിന്റെ പ്രത്യേകത, പരീക്ഷാ തീയതി വരെയും നമ്മൾ ക്ലാസ് കിട്ടും. ഫുൾ സിലബസ് കവറേജ്, ടോപ്പിക് വൈസ് പരീക്ഷകൾ, ഫുൾ സിലബസിലെ നോട്ട്സ് നിങ്ങൾക്ക് ക്യാപ്സൂളായിട്ട് കിട്ടും. നിങ്ങൾ ക്ലാസ്സിൻ്റെ കൂടെ നോട്ട് എഴുതാൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ട്രൈ ചെയ്യേണ്ട. ഫുൾ സിലബസ് കവറേജ്, ഫുൾ റിവിഷൻ, ഫുൾ നോട്ട്സ്, ടോപ്പിക് വൈസ് പരീക്ഷകൾ, ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ, പരീക്ഷ വരെയും കോച്ചിങ്, പരീക്ഷ ക്ലിയർ ചെയ്ത ഇന്റർവ്യൂ ഗൈഡൻസ്, ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും, പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നത് ഫോളോ ചെയ്യുക. അത് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ എനിക്ക് വിജയത്തിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ പറയുന്ന രീതിയിൽ പഠിച്ചു പോയാൽ നിങ്ങളുടെ സ്വപ്ന ജോലി എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. അപ്പോൾ ഇത് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്, ക്യാൻവാസ് ചെയ്യാൻ പറയുന്നതല്ല, എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. എപ്പോഴും പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ജോയിൻ ചെയ്യുന്ന ആൾക്കാരായാലും പറയുന്ന കാര്യം അനുസരിക്കുക. ഇങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പഠിക്കുക.
അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അങ്ങനെ ചെയ്ത് ജോലി കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. കാര്യം നമ്മൾ ഇതിനു മുമ്പേ ആ വഴി കൂടെ പോയ ആൾക്കാരാണ്. മനസ്സിലായില്ലേ? ദെൻ നമ്മുടെ എക്സ്പെർട്ട് ടീമുകൾ, കോഴ്സ് മെന്റർ ചെയ്യുന്ന ഞാൻ തന്നെയാണ്, എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ദെൻ മെക്കാനിക്കൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന അരവിന്ദ് സാറാണ്. രാകേഷ് സാറും ഉണ്ട്. രാകേഷ് സാറൊക്കെ കഴിഞ്ഞ AMA ടോപ്പറാണ്. ദെൻ ബിപിൻ ഗോവിന്ദ് സാറുണ്ട്, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫാക്കൽറ്റി ടീമാണ്. ഓട്ടോമൊബൈലിലെ കുറച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിയാസ് സാറുണ്ട്. ഓട്ടോമൊബൈലിലെ കുറച്ച് കാര്യങ്ങൾ ഞാനും എടുക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അപ്പോൾ ഇതിന് തയ്യാറെടുക്കുന്നവര് നോട്ടിഫിക്കേഷൻ വരും വരെ പ്രതീക്ഷിച്ചിരിക്കരുത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലിയിൽ പ്രവേശിക്കാൻ പറ്റട്ടെ. പിന്നെ കോച്ചിങ്ങിനെ പറ്റി പ്ലാൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എയർലി ബേർഡ് ഓഫറാണ് 7,000 എന്ന് പറയുന്നത്. ഇനി അത് 10,000 ആകും. അപ്പോൾ അതുവരെ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. പ്രിപ്പറേഷന്, അതായത് നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പറ്റട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.